Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ കുറേ ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ ആപ്പിൾ iOS 16.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 4.99 GB ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ബേറ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേറ്റയുടെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ മാറ്റം നമ്മുടെ ബിൽ നമ്പറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16.4 20E 5212F എന്ന്. എന്തായാലും ഒരു 3-4 ബീറ്റാസ് നമ്മുടെ ഈ ഒരു 16.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് മുൻപായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ആപ്പിൾ പുതിയൊരു നയമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സിന് താഴത്തായിട്ട് ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഓഫ് എന്നും ഡെവലപ്പർ ബീറ്റ എന്നും കാണാൻ പറ്റുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെവലപ്പർ ബീറ്റ ആക്ച്വലായിട്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ പെർ ഇയർ $99 കൊടുത്ത് വേണം നമുക്ക് വാങ്ങിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ബീറ്റ വേണം അഡോപ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇത്രയും നാൾ നമ്മുടെ കുറച്ചധികം വേറെ വെബ്സൈറ്റിലൊക്കെ ഈ ഒരു ഡെവലപ്പർ ബീറ്റയുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ബീറ്റ പ്രൊഫൈൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആപ്പിൾ അത് മനസ്സിലാക്കി ആ ഒരു വെബ്സൈറ്റ് നിർത്തി. പക്ഷേ ഇപ്പോഴും ബീറ്റ പ്രൊഫൈൽ വേറെ സോഴ്സുകളായിട്ട് എല്ലാ യൂസേഴ്സിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു ബീറ്റ പ്രൊഫൈൽ എന്ന് പറഞ്ഞ തീരുമാനം മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ബീറ്റ പ്രൊഫൈൽ ഓൾറെഡി ഇംബിൾഡായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന രീതിയിലേക്ക് ആപ്പിൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ മനസ്സിലാവും യുവർ ആപ്പിൾ ID ഈസ് നോട്ട് കറക്റ്റ് എൻറോൾ ദ സെലക്റ്റഡ് ബീറ്റ പ്രോഗ്രാം എന്ന്. കാരണം ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു ഡെവലപ്പർ ബീറ്റ പ്രോഗ്രാമാണ്. ആക്ച്വലി $99 വെച്ച് നമ്മൾ പെർ ഇയർ കൊടുത്താലാണ് ഈ ഒരു ഡെവലപ്പർ ബീറ്റ എൻറോൾമെൻറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീറ്റയുടെ സിസ്റ്റം അടുത്ത ബീറ്റ 2ഓടെ ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൽ ഇപ്പോൾ എബൌട്ട്സിൽ പോയി കഴിഞ്ഞാൽ കവറേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കവറേജിൽ നമ്മുടെ ഐഫോൺ ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്ന ഡിവൈസുകളുടെ വാറണ്ടി എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വരുന്ന കവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഐഫോണായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന ഡിവൈസുകളുടെ എല്ലാ ഹാർഡ്വെയറിൻ്റെയും വാറണ്ടി കഴിഞ്ഞതായിട്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റയിലാണ്. മൊബൈൽ ഡാറ്റയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 5G എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തത് എൻ്റെ ഡിവൈസിൽ 5G എനേബിൾഡ് അല്ല. അതേപോലെ തന്നെ 5G സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ഇപ്പോൾ അമേരിക്കയിൽ മാത്രമാണ് എൻറോൾ ചെയ്യുന്നത്. അവിടെയുള്ള കൂട്ടുകാർക്കും ഈ ഒരു 5G സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആവുന്നതായിരിക്കും. ഈ ഒരു 5G സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഫീച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നാൽ പെർ സെക്കൻഡിൽ 3 GB വരെയും അല്ലെങ്കിൽ 3 Gbps വരെയും നമുക്ക് സ്പീഡിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ 5G സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത്. അടുത്ത വരുന്ന പുതിയ മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ iOS 16.4ൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ കുറച്ചധികം പുതിയ ഇമോജീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഇമോജീസിൻ്റെ ലിസ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാം. ഏകദേശം 20ഓളം ഇമോജീസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ iOS 16.4ൻ്റെ കോഡിങ്ങിൽ നമുക്കൊരു റോക്ക് പേപ്പർ സിസർ എന്ന് പറഞ്ഞ ഒരു ഇമോജിയും കോഡിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇമോജി ഇതിൽ വന്നിട്ടില്ല. നമ്മൾ പണ്ട് കളിച്ച പോലെ റോക്ക് പേപ്പർ സിസേഴ്സ്. ഇപ്പോൾ റോക്ക് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുന്ന ഒരു ഇമോജിയും പേപ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പിടിക്കുന്ന ഓരോ ഇമോജിയും നമ്മളുടെ ഈ ഒരു കോഡിങ്ങിൽ ആക്ച്വലി ഉണ്ടായിരുന്നു. മേ ബി ആപ്പിൾ അടുത്ത ഓരോ വട്ടം വരുന്ന അപ്ഡേറ്റ്സിലായിരിക്കും അല്ലെങ്കിൽ ബീറ്റാസിലായിരിക്കും
ആ 2-3 ഇമോജീസും ചിലപ്പോൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത വരുന്ന അപ്ഡേറ്റ് നമ്മുടെ കീബോർഡിലാണ് പുതിയ വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കൊറിയയിൽ ഓട്ടോ കറക്റ്റ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഉക്രൈനിയൻ കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രൊഡക്റ്റീവ് ടെക്സ്റ്റിലേക്കാണ്. അതായത് ഉക്രൈനിയൻ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ വേർഡ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രൊഡക്റ്റ് ചെയ്യും. അതേപോലെ ഗുജറാത്തി, പഞ്ചാബ്, ഉറുദു എന്നീ പറഞ്ഞ ഡിഫറെൻറ്റ് റീജിയണൽ ലാംഗ്വേജിൻ്റെയും ട്രാൻസ്ലേഷൻസും ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മുടെ കീബോർഡിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് തന്നെയാണ്. അതേപോലെ നമുക്കൊരു പുതിയ വിജറ്റും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിജറ്റ് ബട്ടൺ നമ്മൾ എഡിറ്റ് ചെയ്യുക, അതിനുശേഷം പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ വിജറ്റും ആപ്പിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിജറ്റ്സിലും പുതിയ മാറ്റങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മോഡിലാണ്. ഫോക്കസ് മോഡിലും നമുക്ക് പുതിയ മാറ്റം വന്നിരിക്കുന്നത് 14 പ്രോയും പ്രോ മാക്സിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിലാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെ ഫോക്കസ് മോഡ് എടുക്കുക, ഡോൺ ഡിസ്റ്റർബോ ഏതെങ്കിലും ഒരു ഫോക്കസ് മോഡ് എടുത്തിട്ട് താഴത്തേക്ക് പോവുക. ഇവിടെ ഫിൽട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം ഫിൽട്ടേഴ്സ് എന്ന ഓപ്ഷനിൽ ഇപ്പോൾ എനിക്ക് അപ്പിയറൻസും ലോ പവർ മോഡുമാണ് കാണിക്കുന്നത്. 14 പ്രോയും പ്രോ മാക്സിലും നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫിൽട്ടേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഈ ഒരു ബീറ്റയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ മ്യൂസിക് പ്ലെയറിലാണ്. മ്യൂസിക് പ്ലെയറിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് ആപ്പിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കാണുന്ന ആർട്ടിസ്റ്റ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ആർട്ടിസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയ വൺ റിപ്പബ്ലിക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഒരു ഐക്കൺ കാണാം. ശരിക്കും ആദ്യം ഇവിടെ വന്നത് സോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനായിരുന്നു. അതായത് നമുക്ക് എങ്ങനെ വേണം സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ആ ഒരു വേർഡ് മാറ്റി ഇപ്പോൾ ഒരു ഐക്കണിലേക്ക് ആപ്പിൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ലോഗോ ഉണ്ട്. ഈ ഒരു ലോഗോ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫേവറേറ്റിൻ്റെ ഒരു ചിഹ്നം വരും. അതേപോലെ അൺഫേവറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റാറിലും ഒരു മാറ്റം കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചിടാം. ഇപ്പോൾ ഞാൻ ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാർ വന്നു. ഞാൻ ഒന്നും കൂടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് അൺഫേവറേറ്റ് ആയിട്ട് മാറി. അവിടെ നിങ്ങൾക്ക് ഒരു വേർഡും ഒരു ലോഗോയും അല്ലെങ്കിൽ ഒരു ഐക്കണും വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു പാട്ട് എൻ്റെ പ്ലേലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ക്യൂവിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇവിടെ പ്ലേ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ടാണ് ആ ഒരു ഓപ്ഷൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പോപ്പപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വട്ടം ആപ്പിൾ മ്യൂസിക്കിൽ നമ്മൾ അടുത്ത പാട്ട് ക്യൂവിലേക്ക് വെക്കുമ്പോൾ ഇത്രയും വലുതായിട്ടാണ് നമ്മുടെ ആ ഒരു പ്ലേയിങ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോപ്പപ്പ് വന്നിരുന്നത്. ആ ഒരു മാറ്റവും ആപ്പിൾ മ്യൂസിക്കിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത് വരുന്ന മാറ്റം നമ്മുടെ എയർപോഡ്സിലാണ്. എയർപോഡ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് എയർപോഡ്സിൻ്റെ അപ്ഡേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എയർപോഡ്സ് നമ്മൾ എടുത്ത് നമ്മളത് കണക്ട് ചെയ്തെന്ന് കരുതുക. നമ്മൾ ആ ഒരു എയർപോഡ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു എയർപോഡ്സിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഈ ഒരു ചിഹ്നത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഈ ഒരു ലോഗോ വന്നിരുന്നത്. ഇപ്പോൾ അത് മാറി ഗ്രേ ആൻഡ് വൈറ്റിലേക്ക് നമ്മുടെ ആപ്പിൾ എയർപോഡ്സിൻ്റെ ആ ഒരു ഡെഡിക്കേറ്റ് സെറ്റിങ്സ് മാറിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അടുത്ത് വരുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബിലാണ്. വെബിൽ വരുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് സോഫ്റ്റ്വെയറിൽ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. പക്ഷേ നേരെ മറിച്ച് വെബ് ബ്രൗസറിൽ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് കയറിയാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പുഷ് ചെയ്യില്ല. അത് ഐഫോണിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മുടെ മാക്ബുക്കിൽ ഉണ്ടായിരുന്നു. ആ ഒരു സെയിം ഓപ്ഷൻ, അതായത് വെബ് നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യുന്ന ഓപ്ഷൻ iOS 16.4 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ സഫാരിയിൽ കൂടെയും ഇനി മുതൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ആപ്ലിക്കേഷനിലാണ്. ഹോം ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആപ്പിൾ നേരത്തെ റിമൂവ് ചെയ്തായിരുന്നു, പക്ഷേ അത് ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഹോം ആക്സസറീസിൻ്റെ ആർക്കിടെക്ചറിലാണ് ആ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നമ്മുടെ ഹോം ആപ്ലിക്കേഷനിൽ നമുക്ക് മാറ്റർ ആക്സസറീസ് ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു മാറ്റർ ആക്സസറീസിൽ ഇനി മുതൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാറ്റമാണ് ആപ്പിൾ ഈ ഒരു ഹോം ആപ്ലിക്കേഷൻസിലും
കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ആ ഒരു മാറ്റം കാണിച്ചു തരാനായിട്ട് എൻ്റെ ഹോം ആക്സസറീസിൽ ഒരു ഡിവൈസും കണക്റ്റഡ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഈ ഒരു iOS 16.4 വന്ന ആ ഒരു അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഇനി നമുക്ക് ബഗ്ഗുകളും ബഗ് ഫിക്സിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന മെയിൻ ബഗ് എന്ന് പറഞ്ഞാൽ NordVPN എന്ന് പറഞ്ഞൊരു VPN ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ബീറ്റിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കുറേയധികം യൂസേഴ്സ് പറയുന്നുണ്ട്. ഇത് വൺ ഓഫ് ദ മേജർ ബഗ്ഗാണ് iOS 16.4 ഉണ്ടാകുന്നത്. അടുത്ത വരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോയാൽ കുറേയധികം ബഗ് ഫിക്സസും കുറേയധികം ബഗ്ഗുകളും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ എടുത്തപ്പോൾ മുതൽ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പ് കറക്റ്റായിട്ടായിരുന്നില്ല വർക്ക് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആപ്പിൾ ഇപ്പോൾ ഫേക്ക് ബീറ്റ പ്രൊഫൈൽസ് എടുത്തവരുടെ എല്ലാ ആക്സസും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പുതിയ തീരുമാനത്തിലേക്കാണ് ആപ്പിൾ പോയിട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിവൈസിൽ ഞാൻ ബീറ്റ പ്രൊഫൈൽ ആഡ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പറിൻ്റെ ഞാൻ ഒരു സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി $99 കൊടുത്തെടുക്കേണ്ട ആ ഒരു ഓപ്ഷൻ ഞാൻ ഫ്രീ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറേ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പൊന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ കുറച്ചധികം ബഗ് ഫിക്സസും ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചധികം ബഗ്ഗുകളും നമ്മുടെ വെബ് കിറ്റിലും അതേപോലെ നോർമൽ ആയിട്ടുള്ള കുറച്ചധികം ബഗ്ഗുകളും വന്നിട്ടുണ്ടെന്ന് യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് iOS 16.4 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ ക്ലട്ടറിങ്ങോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആപ്ലിക്കേഷൻസൊക്കെ സ്മൂത്തായിട്ട് തന്നെ എനിക്ക് എടുക്കാം. ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ഇപ്പോൾ വരുന്നില്ല. നിങ്ങളിപ്പോൾ കാണാം, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ എൻ്റെ ഡിവൈസിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ ബെഞ്ച് മാർക്ക് സ്കോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സിംഗിൾ കോർ എന്ന് പറയുന്നത് 1673 മൾട്ടി കോർ എന്ന് പറയുന്നത് 3372 ഈ ഒരു റിസൾട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ 6 എന്ന് പറഞ്ഞ പുതിയ ആപ്ലിക്കേഷനിലാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഹിസ്റ്ററി സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ എനിക്ക് വന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ തേർമൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടും എനിക്ക് തേർമൽ മാനേജ്മെൻറ്റ് ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. വലുതായിട്ടൊരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആസ് യൂഷ്വൽ നമ്മുടെ ഈ ഒരു ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്ത് കുറച്ചധികം ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ ഒരു സൈഡ് ബാറിലോ ടോപ്പ് ബാറിലൊന്നും എനിക്ക് വലുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു തേർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യമാണ് ഞാൻ അവസാനം പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നമ്മളൊരു പുതിയ OS ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരാൾക്കും ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയാൻ പറ്റില്ല. നമ്മളൊരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കി കഴിഞ്ഞാൽ സ്റ്റിൽ 85% നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ എൻ്റെ ബാറ്ററി ലോഗ് നോക്കിയാലും ചാർജിങ് ലോഗ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചാർജ് ചെയ്തിട്ട് അത്യാവശ്യം യൂസ് ചെയ്യും, പിന്നെ ഞാൻ ഒന്നുകൂടെ കുത്തിയിടും. ചിലപ്പോൾ ഈ കുത്തിയിടുന്ന സമയമൊക്കെ രാത്രിയും രാവിലെയൊക്കെ ആയിട്ടാണ് കുത്തിയിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാറ്ററി ലോഗിൽ ഫുൾ ടൈം ആ ഒരു ഗ്രീൻ ഹൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നാണ് നമ്മുടെ iOS 16.4 ഒഫീഷ്യൽ റിലീസും iOS 16.3.2ൻ്റെയും റിലീസും എന്നാണ്. ഞാൻ എന്നാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു iOS 16.4ൻ്റെ ഒഫീഷ്യൽ റിലീസിന് നടുക്കായിട്ടായിരിക്കും നമ്മുടെ ഈ iOS 16.3.2 റിലീസാവാൻ ചാൻസ്. നമ്മുടെ iOS 16.4 നമുക്ക് മാർച്ചിലായിരിക്കും കാണാൻ പോകുന്നത്. കാരണം മാർച്ചിൽ ഒരു ആപ്പിൾ ഇവൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇവൻറ്റിന് ശേഷമായിരിക്കും നമുക്ക് ഒഫീഷ്യൽ iOS 16.4 റിലീസാവുന്നത്. അതിൻ്റെ ഇടക്കായിട്ട് നമ്മുടെ ഈ ഒരു iOS 16.3.2 റിലീസാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഹോം പോഡ് OSും അതേപോലെ TV OS ഒക്കെ നമുക്ക് iOS 16.3.2ലാണ് റൺ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ആപ്പിൾ iOS 16.3.2 റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16.4ൽ വരുന്ന പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു അപ്ഡേറ്റോ ഏതെങ്കിലും ഒരു ഫീച്ചറോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അതേപോലെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കിൻ്റെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല, നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.